നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഒക്കെ തന്നെ ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ നേരിടുന്ന ഒരു ബോർഡാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. മറ്റ് മലബാറും കൊച്ചിയും ഒക്കെ തന്നെ സമാനം. പക്ഷേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലാണ് കൂടുതൽ വരുമാനമുള്ള ക്ഷേത്രങ്ങൾ ഉള്ളത്. ഈ ക്ഷേത്രങ്ങളിലേക്ക് നിയമനത്തിനായി പ്രത്യേക ലേലം വിളിയും കാര്യങ്ങളും ഒക്കെ തിരുവനന്തപുരത്ത് നന്തങ്കോട്ടുള്ള ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നടന്നു എന്നുള്ള വാർത്ത കർമ്മ ന്യൂസ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. തീർച്ചയായിട്ടും ഇത് ഗുരുതരമായൊരു വീഴ്ചയാണ്. വരുമാനമുള്ള ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങി സ്വന്തക്കാരെ, അത് ശാന്തിക്കാരായാലും ശരി മറ്റ് ജീവനക്കാരായാലും അവരെ നിയമിച്ച് അവർക്ക് പണം തട്ടാനുള്ള അവസരമുണ്ടാക്കി കൊടുക്കുന്ന ഈ സംവിധാനത്തിന് എതിരെ ഭക്തജനങ്ങളും ദേവസ്വം ബോർഡിലെ അഴിമതി വിരുദ്ധ ഗ്രൂപ്പും അല്ലെങ്കിൽ അഴിമതിയെ എതിർക്കുന്നവരും ഒക്കെ തന്നെ എത്തണം എന്നുള്ള ഒരു നിർദ്ദേശം ആ സമയത്ത് ഈ വാർത്തയ്ക്ക് ഒപ്പം ഞങ്ങൾ തന്നെ നൽകിയിരുന്നു. കെ ജയകുമാർ എന്ന മുൻ ചീഫ് സെക്രട്ടറി, അദ്ദേഹം വളരെ കറകളഞ്ഞ ഒരു ഉദ്യോഗസ്ഥനാണ് എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടും കാര്യമൊന്നുമില്ല, അദ്ദേഹത്തിന്റെ ഉത്തരവിന് അവിടെ പുല്ലുവിലയാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ വിവിധ തസ്തികകളിലേക്ക് വിവിധ മേഖലകളിലേക്കുള്ള നിയമനങ്ങളിൽ ഭേദഗതി വരുത്തും ദേവസ്വം ബോർഡ് എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നടക്കുമോ എന്ന് നടന്നു കഴിഞ്ഞ ശേഷം മാത്രം നമുക്ക് പറയാം. ദേവസ്വം ബോർഡിലെ ജീവനക്കാരുടെ സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട ഉയർന്ന പരാതികൾ പരിഹരിക്കുമെന്നും നിലവിലെ ഉത്തരവ് പുനഃപരിശോധിക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ തിരുവനന്തപുരത്ത് ചേർന്ന ദേവസ്വം ബോർഡ് യോഗത്തിന് ശേഷം പറഞ്ഞു. അദ്ദേഹം ജീവനക്കാരുടെ ന്യായമായ ആവശ്യങ്ങൾ പരിഗണിച്ച് മുന്നോട്ട് പോകാനാണ് ബോർഡ് ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നു. ഉയർന്നു വന്ന പരാതികളിൽ ഭൂരിഭാഗവും പരിഹരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട് ലഭിച്ച പരാതികളിൽ 20ഓളം നിയമനങ്ങളിൽ ഭേദഗതി വരുത്തും. ചില ക്ഷേത്രങ്ങളിലേക്ക് ജീവനക്കാർ നിയമനം ആവശ്യപ്പെട്ടിരുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. സീനിയോറിറ്റി മറികടന്ന ജൂനിയർ ജീവനക്കാർക്ക് മുൻഗണന നൽകിയതുമായി ബന്ധപ്പെട്ടാണ് പ്രധാനമായും പരാതികൾ ഉയർന്നത്. മുതിർന്ന ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ട തസ്തികകൾ നൽകാതെ ജൂനിയർ ആയവർക്ക് മുൻഗണന നൽകുന്നത് ശരിയല്ല. ഇത് കോമൺ സെൻസിന്റെ പ്രശ്നമാണ്. സ്വാഭാവികമായും ജീവനക്കാർക്ക് ഇതിൽ അമർഷവും പരാതിയും ഉണ്ടാകും. മാനദണ്ഡങ്ങൾക്ക് വിധേയമായി തന്നെ മണിക്കൂറുകളോളം ചർച്ച നടത്തിയാണ് ഈ അപാകതകൾ ഇപ്പോൾ പരിഹരിച്ചിരിക്കുന്നത്. ഒരു ട്രാൻസ്ഫറിനായി ഇത്രയധികം സമയം ചെലവഴിക്കേണ്ടി വന്നു. വിവാദങ്ങളിൽപ്പെട്ട ചില ആളുകൾ നിലവിൽ ബോർഡിന് മുന്നിൽ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. എങ്കിലും പരാതികൾ ഉയർന്നു വന്നാൽ അത് പരിശോധിക്കാൻ ബോർഡ് മടി കാണിക്കില്ല. ഇതുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ, പരാതികളൊക്കെ തന്നെ കോടതികളുടെ പരിഗണനയിൽ ഉണ്ട് എന്ന കാര്യവും കെ ജയകുമാർ ചൂണ്ടിക്കാട്ടുന്നു. ഇത് ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, ഇത്തരത്തിൽ പല ക്ഷേത്രങ്ങളിലേക്ക്, പ്രത്യേകമായ ക്ഷേത്രങ്ങളിലേക്ക്, വരുമാനമുള്ള ക്ഷേത്രങ്ങളിലേക്ക് പ്രത്യേകമായി ആളുകളെ നിയമിക്കുന്ന ഈ CPM-കാരായ പലരും ഇപ്പോഴും ദേവസ്വം ബോർഡിൽ ശക്തി പ്രാപിച്ച് നിൽക്കൂ തന്നെയാണ്. സർക്കാർ മാറിയിട്ടും ദേവസ്വം മന്ത്രി മാറിയിട്ടും ബോർഡ് പഴയത് തന്നെയാണ്. അവർ തന്നെയാണ് അവിടെ കാര്യങ്ങൾ ഭരിക്കുന്നത്. കെ ജയകുമാറൊക്കെ വെറും ഒരു പടം മാത്രം, ഒരു ചിത്രം മാത്രം എന്നേ ഉള്ളൂ എന്ന പരാതിയുണ്ട്. ഇവിടെ പരിഹരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന് കെ ജയകുമാർ പറയുന്നുണ്ട്. എങ്കിലും അവിടെ ഒന്നും കൃത്യമായി നടക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എല്ലാം കുത്തഴിഞ്ഞ മട്ടാണ്. തോന്നിയ വഴിക്ക് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലേക്ക് തോന്നിയ വഴി നിയമനം നടത്തും. അതിന് ജൂനിയർന്നോ സീനിയർന്നോ ഒന്നുമില്ല. സ്വന്തക്കാരായാൽ മാത്രം മതി. പ്രത്യേകിച്ചും CPM ആയാൽ മാത്രം മതി, CPM-കാരായാൽ മാത്രം മതി, നിയമനം ലഭിക്കും. തട്ടിക്കാനും വെട്ടിക്കാനുമുള്ള അവസരങ്ങൾ വീണ്ടും വീണ്ടും ഒരുക്കി കൊടുക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചെയ്യുന്നത് എന്നതിലേക്കാണ് കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത്. കെ ജയകുമാർ വാർത്താ സമ്മേളനം നടത്തുമായിരിക്കും, കാര്യങ്ങൾ പറയുമായിരിക്കും. അദ്ദേഹം ഒരു ശുദ്ധഗതിക്കാരനായതുകൊണ്ട് അദ്ദേഹം പറയുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംസാരിച്ചുള്ളൂ. ഈ നിയമനങ്ങളുമായിട്ടോ ബോർഡിലെ മറ്റ് തിരിമറികളും ഉള്ളുകളികളുമായി ബന്ധപ്പെട്ട് ഒന്നും എനിക്കറിയില്ല, ഞാൻ അതിനൊന്നും മറുപടി പറയുന്നില്ല എന്നാണ് പലപ്പോഴും അദ്ദേഹം പറയുന്നത് കേൾക്കാറ്. അദ്ദേഹത്തെ കൊണ്ട് അതേ പറ്റുകയുള്ളൂ. CPM തന്നെയാണ് ഇപ്പോഴും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ അടക്കി വാഴുന്നത്. സഖാക്കൾ തന്നെയാണ് എല്ലാം തീരുമാനിക്കുന്നത്, എല്ലാം നടപ്പിലാക്കുന്നത്. ഇത് മാറിയേ പറ്റൂ. മാറിയില്ലെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്നും പഴി കേൾക്കേണ്ടി വരും. ഏറ്റവും വലിയ അഴിമതിയുടെ കൂത്തരങ്ങായി ഈ ക്ഷേത്രങ്ങൾ ഭരിക്കുന്ന ഈ ഒരു സമിതി അല്ലെങ്കിൽ ഈ ഒരു ബോർഡ് എന്നേ മാറിക്കഴിഞ്ഞു. ഇനി അത് തുടരുക തന്നെ ചെയ്യും. മലബാറിലും കൊച്ചിയിലുമൊക്കെ സമാനമാണ് ഈ അവസ്ഥയൊക്കെ തന്നെ.